കഴിഞ്ഞൊരു 7 വർഷമായിട്ട് നമ്മുടെ പാറശാലയിൽ ഒരു 100-ലധികം ഡോഗ്സ് അല്ലേ ഏട്ടാ? 114 കറക്റ്റ് നമ്പർ. അതിൽ തന്നെ കൂടുതലും വലിയ ബ്രീഡ്സ് ആണ്. എല്ലാം വലിയ ബ്രീഡ്സ്. അലീന കെന്നൽ അതിന്റെ ഓണർ ആനന്ദ ലാൽ എന്നറിയപ്പെടും. അപ്പോൾ നമ്മൾ കുറേ വീഡിയോ ഒക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ കൂടുതലുള്ള ഏതൊക്കെ ബ്രീഡാണ് നമ്മുടെ ഉള്ളത്? കാനേക്കോസോ, ഡോഗോ അർജന്റീനോ, ഡോബർമാൻ, റോഡ് വീലർ, സെയിന്റ് ബെർണാഡ്, ഗ്രേഡേൻ എല്ലാ ലാർജ് ബ്രീഡ്സിനാണ് പുള്ളി കൂടുതലും വളർത്തുന്നത്. എന്തുകൊണ്ട് ലാർജ് ബ്രീഡ്സിനെ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? അതിന്റെ അടുത്താണ് ഒരു ഹരം. ടോയ് ബ്രീഡ് ആയിട്ട് ഒന്നുമില്ല, ഒരു ടോയ് ബ്രീഡും ഇല്ല. ഈ 114-ത്തിനകത്ത് ടോയ് ആയിട്ട് ഒന്നുമില്ല, ടോയ് ബ്രീഡ് ഒന്നും. പിന്നെ ചെറിയ ബ്രീഡ്സ് കുറച്ചെണ്ണം ഉണ്ട്. നമ്മുടെ ഗോൾഡൻ റിട്രൈവർ, ലാബ്, തീരെ ഈ പറയുന്ന ഈ ഷിറ്റ്സു അല്ല പൂടിൽ അങ്ങനത്തെ ഒന്നുമില്ല. എല്ലാം വലിയ ബ്രീഡ്സ് ആണ്. അത്യാവശ്യം എന്താ ഗാർഡിങ്ങിന് ടൈപ്പ് പറ്റിയ സാധനങ്ങൾ അല്ലേ, ഹെവി ആയിട്ടുള്ള സാധനങ്ങൾ. അത് ഇവിടെ ഉള്ളമാര് മൊത്തം നല്ല കടിയന്മാരും. കാരണം നമ്മൾ ഈ ഇത്രയും എണ്ണത്തിനകത്ത് എനിക്ക് തന്നെ പിടിക്കാൻ പറ്റത്തില്ല അല്ലെ, വേറെ ആളെ പറ്റത്തില്ല. പലതിനെ ഇവിടെ ഡേ നിപ്പുണ്ട്, അവിടെ എല്ലാം ഓരോന്നിനെ മാറ്റി നിർത്തിയേക്കുക. നമ്മൾ ഒരുമിച്ച് കാണിക്കാൻ ഞാൻ ചോദിച്ചു, പക്ഷെ പറ്റത്തില്ല. അവന്മാര് തമ്മിൽ അറിയാലോ, കടി വരുന്നുണ്ട്. പുള്ളിക്കാരനല്ലാണ്ട് ഇവിടെ രണ്ടുപേരുണ്ട്, അവരുമായിട്ട് മാത്രമാണ് മിങ്കിൾ ചെയ്യുന്നത് അല്ലേ. അല്ലെന്ന് നമ്മൾ എല്ലാത്തിനും ഒരുമിച്ച് കാണിക്കുന്ന ഒരു ആഗ്രഹമുണ്ട്, പക്ഷെ അത് നടക്കുന്നില്ല. വീടിന്റെ ഫ്രണ്ട് വശത്താണ് ഈ ഒരു വീഡിയോ, താഴ്ഭാഗത്തായിട്ടാണ് കെന്നലും കാര്യങ്ങളും. ഇതിനെല്ലാം നിങ്ങൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഫുൾ ആയിട്ട് നോക്കുന്നതൊക്കെ മാക്സിമം നമ്മളൊരു സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. ഇവരുടെ ഒരു ദിവസത്തെ പരിപാടി നിങ്ങൾ എങ്ങനെ ക്രമീകരിച്ചു? രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്തൊക്കെ കാര്യം? രാവിലെ ഡ്രൈ ഫുഡ് കൊടുക്കും ഒരു നേരത്തെ, പിന്നെ ഒരു 3 മണിയാകുമ്പോൾ ചോറ് കൊടുക്കും, ചോറും ചിക്കൻ. ഓക്കെ. അല്ലാതുള്ള ഇവർക്ക് വലിയ ബ്രീഡ്സ് ആകുമ്പോൾ വർക്കൗട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ അയച്ചുവിടുകയാണ്. ഇങ്ങോട്ട് അധികം കൊണ്ടുവരാറില്ല. ഇല്ല. എത്ര ഡോഗ്സിന് വേറെ ഇങ്ങോട്ടെല്ലാം പോകാനൊക്കെ പറ്റുമോ? ഇല്ല, ഒരിടം പോകാൻ പറ്റത്തില്ല. അതാണ് വീട്ടിലോ 1-2 ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിനെ ബുദ്ധിമുട്ടറിയാം. 114 എണ്ണം എന്ന് പറയുമ്പോഴല്ലേ. സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ല, കാരക്കോണം മെഡിക്കൽ കോളേജ്, അലീന കെന്നൽ.